വെരി 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 ഗുഡ് മോർണിംഗ് ഗ്ലോബൽ മലയാളികളെ, ആഗോള മലയാളികളെ. രാവിലെ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കിൻ, നടക്കിൻ, നല്ല ഭക്ഷണം കഴിക്കിൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിപ്പിൻ, വെള്ളം കുടിക്കിൻ എന്ന മുദ്രാവാക്യവുമായി 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന വാർത്തകളും കാഴ്ചകളും വിശേഷങ്ങളും വർത്തമാനവും ഒരൽപ്പം പോസിറ്റിവിറ്റിയുമായി മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് കൂടെ ഒന്ന് പറയാം. കാലണ്ടർ അവിടെ കാണാം പ്രേക്ഷകർക്ക്. ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച, ധനു 29. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര നാളാണ്. ഇത്തവണ 2 ദിവസമാണ് തിരുവാതിര വരുന്നത്, ഇന്നലെയും ഇന്നുമായിട്ട്. അപ്പൊ ഇന്നലെ രാത്രി, ഞായറാഴ്ച രാത്രി തിരുവാതിര കളിയും പാട്ടും ഊഞ്ഞാലാട്ടവും തുടിച്ചുകുളിയും ഒക്കെ ആയിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ, സ്ത്രീകൾ പ്രത്യേകിച്ച്, അവർ തിരുവാതിര കളിച്ച് ആഘോഷത്തോടെ ഇന്ന് പകൽ മുഴുവൻ വ്രതം നോക്കും. അങ്ങനെ 2 ദിവസം ഇത്തവണ വന്നിരിക്കുന്നു. ഞങ്ങൾ ഈ വെളുപ്പിന് തന്നെ ഇങ്ങ് നടന്നു വരുമ്പോൾ ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിഞ്ഞു. തിരുവാതിര നാളിൽ ആ നിലാവത്താണ് തിരുവാതിര കളിയൊക്കെ. പഴമയുടെ ആ ഒരു സുഗന്ധം പേറി തിരുവാതിര നോക്കുന്നവരോട് എല്ലാവർക്കും ആശംസകൾ. വ്രതം നോൽക്കുന്നവർക്ക് ഇന്നിപ്പോൾ സാക്ഷാൽ പരമശിവന്റെ പിറന്നാളാണ് എന്നുള്ളതാണ് ഐതിഹ്യവും വിശ്വാസവും എല്ലാം. അപ്പോൾ അങ്ങനെ തിരുവാതിര നാളാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ്. ഇന്നലത്തെ അവധി ദിവസത്തിന് ശേഷം വരുന്ന, ആലസ്യത്തിൽ നിന്ന് ഉണരുന്ന തിങ്കളാഴ്ചയാണ്. അപ്പോൾ വളരെ ചുറുചുറുക്കുള്ള ഒരു പ്രഭാതം നേർന്നുകൊണ്ട് നമുക്ക് മോർണിംഗ് വാക്ക് ചുറുചുറുക്കാകണമെങ്കിൽ പുതപ്പിന് കീഴിൽ കിടക്കുന്ന എല്ലാവരും ചാടി എഴുന്നേൽക്കുക, കമന്റ് ബോക്സിൽ ഹാജരാകുക, കമന്റുകൾ വെക്കുക. ഒരിക്കൽ കൂടെ ഒരു സൂപ്പർ പ്രഭാതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. മോർണിംഗ് വാക്കിലേക്ക് വീണ്ടും സ്വാഗതം. നിൽക്കുന്നത് എവിടാന്നോടൊന്ന് പറഞ്ഞാൽ, നമ്മള് ന്യൂവാൽസില്, കൊച്ചി കളമശ്ശേരിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഗൽ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ക്യാമ്പസിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. 10 ഏക്കറിലാണ് ഈ ക്യാമ്പസ്. ആദ്യം ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്നായിരുന്നു. പിന്നീട് അത് മേർജ് ചെയ്തിട്ട് ഈ പേരിലാണ് അറിയപ്പെടുന്നത്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഇതിന്റെ ചാൻസലർ. നിയമ പഠനത്തിനുള്ള എല്ലാ ബിരുദാനന്തര പഠനങ്ങൾ, ഉന്നത പഠനങ്ങൾ, അതൊക്കെ തന്നെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത്. നിയമം എന്താണ് എന്ന് അറിയുന്നതിന്, കൂടുതൽ പേരെ നിയമ പഠനത്തിലേക്ക് ആകർഷിക്കുന്നതിന്, ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി നമ്മളെ വളർത്തിയെടുക്കുന്നതിനൊക്കെയാണ്, അതൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം വരുന്നത്. കേരളത്തിലെ ആദ്യത്തെയും ഏകവുമായ ലോ യൂണിവേഴ്സിറ്റിയാണിത്. അപ്പോൾ ഇതിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നീതി ദേവതയാണ്. കണ്ണടച്ച് നിൽക്കുന്ന നീതി ദേവത. അത് പറയുന്നത് നമുക്ക് മുന്നിൽ വരുന്നവരെ നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമുള്ളവരെ, പേഴ്സണലി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ അവസരങ്ങൾ നൽകുന്നതിലും പരിഗണിക്കുന്നതിലും നീതി നൽകുന്നതിലും തുല്യത പാലിക്കണം. അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പ്രസിഡന്റ് മുതൽ സാധാരണ പൗരൻ വരെ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതായിരിക്കട്ടെ ഇന്നത്തെ ഒരു പോസിറ്റീവ് ചിന്ത. നമ്മുടെ കൂടെയുള്ള എല്ലാ വ്യക്തികളെയും ഒരേപോലെ തുല്യ പരിഗണനയോടെയും സ്നേഹത്തോടെയും കരുതലോടെയും ചേർത്ത് പിടിക്കാൻ നമുക്കാകട്ടെ. അപ്പോൾ ഈ ന്യൂവാൽസിന്റെ മുമ്പിൽ നിന്ന് ആ ചിന്തയോടുകൂടെ നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. കടുവ വലിയ ശല്യക്കാരനാണ്. വീണ്ടും പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ തിരച്ചിൽ തുടരുന്നതിനിടെ പുൽപ്പള്ളി അമരക്കുനിയിൽ വീണ്ടും കടുവ ആക്രമണം. കൂട്ടിൽ കെട്ടിയ ആടിനെ കടുവ കൊന്നുവെന്ന വാർത്തയാണ് രാവിലെ വരുന്നത്. വനംവകുപ്പ് കടുവയ്ക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. സുർജിത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്, ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കടുവയ്ക്കായുള്ള തെരച്ചിൽ അങ്ങനെ പുരോഗമിക്കുന്നു. രാത്രിയും തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഇന്നലെ ആ ഒരു നാട്ടുകാരിലൊരു ചേച്ചി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇതിപ്പോ നടന്നില്ല, ഈ ദൗത്യം നടന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരങ്ങ് ഇറങ്ങും, കാരണം ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്ന്. ഇതിപ്പോ വീണ്ടും ഈ കടുവ ഒരു മൃഗത്തെ കൂടെ, വളർത്തുമൃഗത്തെ കൂടി കൊല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആശങ്ക കൂടുന്നു. ഇന്നിപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ക്രിസ്റ്റീന, ഇത് 3ാമത്തെ മൃഗത്തെയാണ് ഈ കടുവ ആക്രമിക്കുന്നത്. ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അമരക്കുനിക്കും ദേവർഗദ്ദയ്ക്കും സമീപത്താണ്. കൂട്ടിൽ കെട്ടിയ ആടിനെയാണ് കടുവ കൊന്നിരിക്കുന്നത്. കേശവൻ നേടിയ കാലയിൽ എന്ന ആളുടെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കൊന്നത്. അമരക്കുനിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പ്രദേശം. ഇവിടെ കടുവ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ ജനങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. കടുവയ്ക്കായി വനംവകുപ്പിന്റെ ടീമുകൾ തെരച്ചിൽ നടത്തുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. കാപ്പിസെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് കാപ്പിസെറ്റ്, അതോടൊപ്പം തന്നെ ഇതിനടുത്തുള്ള ഈ അമരക്കുനിക്ക് അടുത്തുള്ള പ്രദേശമാണ് തുപ്ര, അമരക്കുനി. ഈ മേഖലയിലെല്ലാം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം. ഈ റോഡിൽ തന്നെ രാവിലെ തന്നെ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനപാലകർ ഉള്ളത്. അരുൺ സക്കറിയുടെ
ഉള്ള ടീം രാവിലെ തന്നെ അവിടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിനുശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും. ഡ്രോൺ നിരീക്ഷണം അടക്കം നടത്തിയതായിരുന്നു. പക്ഷേ ഇന്നലെ അങ്ങനെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും ഒരു ആടിനെ കൂടി കടുവ കൊന്നിരിക്കുന്നത്. ഈ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ മൂന്നാമത്തെ കടുവയാണ്. ആദ്യം കൊന്നത് പാപ്പച്ചൻ എന്ന ജോസഫിന്റെ ആടിനെ കൊന്നു. മൂന്നാമത്തെ ആടിനെയാണ് കൊല്ലുന്നത്. അതിനുശേഷം പിന്നീട് ഈ അമരക്കുനി ജംഗ്ഷനിൽ തന്നെയുള്ള പള്ളിക്ക് സമീപമുള്ള രതികുമാർ എന്ന ആളുടെ ആടിനെയും കൊന്നു. ഇപ്പോഴിതാ കേശവൻ എന്ന് പറയുന്ന ആളുടെ ആടിനെയും കൊന്നിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ക്രിസ്റ്റീന. സുർജിത, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഇനി ഈ കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ് എന്ന്. അപ്പോൾ നാട്ടുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ്? ഇന്നു മുതൽ ഏത് രീതിയിലായിരിക്കും അത്തരം കാര്യങ്ങൾ? ഇന്ന് രാവിലെ മുതൽ വനംവകുപ്പ് പുനരാരംഭിക്കുന്നുണ്ട്. കാരണം ഈ കടുവയുടെ സാന്നിധ്യം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് കൃത്യമായി വനംവകുപ്പിന് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ആ തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും കടുവ ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആ മേഖലയിൽ മൊത്തം കാപ്പിച്ചെടികൾ, കാപ്പിത്തോട്ടങ്ങളൊക്കെയുള്ള പ്രദേശമാണ്. അത് തന്നെയാണ് ഈ തെരച്ചിലിനെ വിഘാതമായി ബാധിക്കുന്നത്. അത് മാത്രമല്ല, ആ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രം തൊട്ടപ്പുറത്ത് വനമാണ്. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം അകലെ വനമാണ്. അത് വയനാട് വൈൽഡ് ലൈഫിന്റെ ഭാഗമായ വനപ്രദേശമാണ്. അതിനപ്പുറം ബന്ദിപ്പൂർ വനമേഖലയാണ്. സ്വാഭാവികമായും കടുവ അങ്ങോട്ട് വലിയാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വനംവകുപ്പിന്റെ തെരച്ചിൽ വളരെ സജീവമായി നടക്കുമ്പോഴും ഇതിനിടയിൽ ഒരു കാറ്റ് ലിഫ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ക്യാമറ ട്രാപ്പിലടക്കം സൈറ്റ് ചെയ്തത് 9-ാം തീയതിയാണ്. അതിനുശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നതുമല്ല. പക്ഷേ ഇന്നലെ വീണ്ടും കടുവ എത്തിയിരിക്കുന്നു. ആ കടുവ എത്തി ഒരു ആടിനെ കൂടി കൊല്ലുന്ന നില ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അവർ ഏത് രീതിയിലാണ് ഇനി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണം. വനംവകുപ്പുകാർ അവിടെയുണ്ട്. അവർ ജാഗരൂകരായി തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി സുർജിത്ത്, ഏതായാലും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ. കാരണം നമ്മൾ ഈ പുറത്തുനിന്ന് പറയുന്ന പോലെയോ കാണുന്നത് പോലെയല്ല. നമ്മുടെ പ്രേക്ഷകർ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നും ഈ കടുവ വാർത്തയേ ഉള്ളൂ എന്ന്. എന്താ ഈ പറയണേ? അവിടെയുള്ളവരുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, പണിക്ക് പോകാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാനേ പറ്റാത്തൊരവസ്ഥ. എന്തൊരു ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയാണത്. ആ അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകട്ടെ. നമ്മൾ ഇനിയും പോകുന്നതും വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥികളെ അവർ രക്ഷപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിൽ 3 പേരുടെ നില ഗുരുതരമായിരുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരാൾ മരിച്ചു. പട്ടിക്കാട് സ്വദേശി അലീനയാണ് മരിച്ചത്. മറ്റു 3 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതെ, സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഒട്ടും സന്തോഷകരമല്ലാത്ത പ്രഭാതം, അങ്ങനെ ഒരു വാർത്തയാണിത്. നമ്മൾ ഇന്നലെ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പൾസ് റേറ്റ് ഒക്കെ കുറച്ചുകൂടി ബെറ്ററായി തുടങ്ങി, ആശ്വാസമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതീവ ദുഃഖകരമായ വാർത്ത ഇന്ന് പ്രഭാതത്തിൽ എത്തുന്നു. എപ്പോഴാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്? മറ്റ് വിവരങ്ങൾ, മറ്റു കുട്ടികളുടെ ആരോഗ്യനില? ഇന്ന് പുലർച്ചെ 12:30 ഈ അലീന എന്ന കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. 16 വയസ്സായിരുന്നു. ഇന്നലെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ പീച്ചി ഡാമിലെ റിസർവയറിൽപ്പെട്ടാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. അവിടെ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. പിന്നീട് ഈ 4 കുട്ടികളെയും രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് പൾസ് അടക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഈ പൾസ് എല്ലാം കിട്ടിയത് തന്നെ വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. അങ്ങനെ 3 കുട്ടികളായിരുന്നു ഇന്നലെ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. 12:30 ഈ അലീന മരണത്തിന് കീഴടങ്ങുന്നത്. ബാക്കി 2 കുട്ടികളും ഗുരുതരമായി തന്നെ വെന്റിലേറ്ററിൽ തുടരുന്നു. അതിനിടയിൽ ഇന്നലെ ഈ നിത എന്ന കുട്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ആരോഗ്യം മെച്ചപ്പെട്ട നിലയിലായിരുന്നു നിതയും. രാത്രിയോടുകൂടി നിതയുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ 3 കുട്ടികളും വെന്റിലേറ്ററിലാണ് തുടരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെ ഈ അലീനയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 3 കുട്ടികളും നിലവിൽ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ക്രിസ്റ്റീന. ശരി
സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ മിനിസ്റ്റർ തന്നെ നേരിട്ടെത്തി അത്യാവശ്യം എല്ലാ പരിചരണത്തിനുള്ള അതിതീവ്ര പരിചരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ കുഞ്ഞ് ജീവനോടെ തിരിച്ചു വരുമെന്ന്. പക്ഷെ അത് നടന്നില്ല. മറ്റു 3 കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് സുഖമാകുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് പേർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഈ റോഡ് അപകടങ്ങൾ അത് തടയാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള മുങ്ങിമരണങ്ങൾ അതൊക്കെ തടയാൻ വേണ്ടി എന്ത് മുൻകരുതലുകളാണ് സ്വീകരിക്കാൻ കഴിയുക? ഇതിനിയും ഉണ്ടാകാതിരിക്കാൻ, ഇതുപോലെയുള്ള ദുഃഖകരമായ വാർത്തകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ കുറേ പ്രേക്ഷകർ മെസ്സേജുകൾ അയക്കുന്നു. ക്രിസ്റ്റീന, രാവിലെ ഒരു സമാധാനമുള്ള വാർത്ത പറയാനൊരു യോഗമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വാർത്തയും അങ്ങനെ തന്നെയാണ്. കോഴിക്കോട് മണക്കടവ് റോഡിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വിവരമാണ്. മിഥിലയുണ്ട് കോഴിക്കോട്. മിഥില ബാലൻ. മിഥില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് നമ്മളൊരു രാവിലെ തന്നെ അങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഏറ്റവും സങ്കടകരമായ വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രിക്കടയ്ക്ക് തീപിടിച്ചപ്പോൾ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസമാകുന്നു. പക്ഷേ എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ? സ്മിത, ക്രിസ്റ്റീന, അത്ര ശുഭകരമായ വാർത്തയല്ലത്. മണക്കടവ് റോഡിലെ ആക്രിക്കടയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 2 മണിക്കാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്. ഈ ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. 7 ലക്ഷം രൂപയോളം ഒരു നാശം കണക്കാക്കുന്നുണ്ട്. കൂടുതൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തൽ ഉണ്ടായത്. വെളിച്ചമെല്ലാം കണ്ട്, പൊട്ടലും വെളിച്ചമെല്ലാം കണ്ടും കേട്ടും നാട്ടുകാരാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ആദ്യം 1 യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്തെത്തിയത്. പക്ഷേ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് കൂടുതൽ ഫയർഫോഴ്സ് ഇങ്ങോട്ടെത്തിയത്. ആളപായം ഉണ്ടായിട്ടില്ല. പക്ഷേ പരുക്കുണ്ട്. തൊട്ടടുത്ത ഈ ആക്രിക്കടയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന കെട്ടിടത്തിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളി ഈ തീപിടുത്തം കണ്ട് ഭയന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാടിയ ആൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരുക്ക് പറ്റിയ ആളെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പരുക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തുതന്നെയായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും കത്തുന്നുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റായി. നിരവധി പേര് കമന്റുകൾ പറയുന്നുണ്ട്. നമ്മുടെ കെ ശിവദാസ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ ഷാനി പി, മിനി ബാബു ചേച്ചി, വിനോദ് നായർ, ഡിങ്കൻ പി സി ആന്റണി എന്നാണ് പേര്. അബ്ദുള്ള MK പറയുന്നു ഞാൻ സൊറമുക്കിൽ പോകുന്നു എന്ന് പറയുന്നു. സീന മുഹമ്മദിന്റെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു അല്ലെ? സീന മുഹമ്മദ്, ആ കുഞ്ഞുങ്ങൾ എത്ര സന്തോഷത്തോടെ ആയിരിക്കും അങ്ങോട്ട് വന്നത്. വീട്ടുകാരിത് എങ്ങനെ സഹിക്കും? സീന ശരിയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ജയൻ നായർ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് പറയുന്നു, പ്രവിത എവിടെ? നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രവിതയെ ഒതുക്കിയോ? രാവിലെ ഒരു അടി ഉണ്ടാക്കാൻ ശ്രമിക്കായിരുന്നു. ചേട്ടാ, അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ആരെയും ലോകത്ത് ഒതുക്കാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പൊ ഈ റോഡ് നോക്കിയാൽ ഈ റോഡിൽ കൂടെ എത്ര വലിയ വാഹനത്തിനും പോകാം, ചെറിയ വാഹനങ്ങൾക്ക് പോകാം, മീഡിയം സൈസുള്ള വാഹനങ്ങൾക്ക് പോകാം, ഞങ്ങൾക്ക് നടന്നു പോകാം. അപ്പൊ ഇതെല്ലാം ഒരു നിയമം പാലിച്ചങ്ങ് പോവുക. അപ്പൊ പ്രകാശത്തെ ആർക്കും മറയ്ക്കാനാവില്ല. അങ്ങനെ ഒതുക്കൽ പറ്റില്ല. അപ്പൊ ഞാൻ സാന്ദർഭികവശാൽ ഒരു തത്വശാസ്ത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതെ, അത് മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന റോഡിനെ കുറിച്ച് കൂടി, ഇത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കിൻഫ്ര പാർക്ക് വഴി പെരുമ്പാവൂർ ആലുവ ഭാഗത്തേക്കൊക്കെ ചെന്ന് കയറാവുന്ന ഒരു റോഡാണിത്. ഇപ്പോൾ ഒരുപാട് ട്രാഫിക് ഇതുവഴിയുണ്ട്. കാരണം ഒരുപാട് ദൂരം കുറയുന്നുണ്ട്, കിലോമീറ്ററുകൾ കുറയുന്നുണ്ട് ഈ വഴി പോയാൽ. ഞാൻ പറഞ്ഞത് സാന്ദർഭികവശാൽ, ശരിക്കും സന്ദർഭവശാൽ എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ സാന്ദർഭികമായി. അതെ അതെ അതെ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടന്നാലോ? സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ടുള്ള സമരം തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് 12 വരെയാണ് പമ്പുകൾ അടച്ചിടുക. കോഴിക്കോട് എലത്തൂരിൽ ഡീലർമാരെ ടാങ്കർ ലോറി ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചാണ് പെട്രോൾ പമ്പ് ഉടമകളുടെ സമരം. ശബരിമല മണ്ഡലകാലം പ്രമാണിച്ച് കോന്നി, റാന്നി, കോഴഞ്ചേരി, അടൂർ താലൂക്കുകൾ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി എന്നീ പ്രദേശങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മിഥില ബാലൻ കോഴിക്കോട് നിന്നും, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും, സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം മിഥിലയിലേക്ക് തന്നെ പോവാം. മിഥില, ഈ പെട്രോൾ പമ്പ് ഉടമകൾ സമരം ചെയ്യുന്നു. 12 മണി വരെയാണ്. നമുക്കറിയാലോ, തീർച്ചയായിട്ടും അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുള്ള ഈ ഒരു സമരം, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ പറയുന്നത്? ഇന്നിപ്പോൾ രാവിലെ മുതൽ 6 മണി തുടങ്ങിയിരിക്കുന്നല്ലോ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു സ്ഥിതി? സ്മിത, ക്രിസ്റ്റീന, ഇപ്പോൾ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഒരു പെട്രോൾ പമ്പിൽ തന്നെയാണ്. നിരവധി പേരാണ് ഈ സമരം ഉള്ളത് അറിയാതെ ഇങ്ങോട്ട് എത്തി തിരിച്ചു പോകുന്നത്.
ഉച്ചവരെയാണ് ഈ ഒരു സമരമുള്ളത്. കോഴിക്കോട്ട് തന്നെയാണ് ഈ ഒരു സമരത്തിന് കാരണമായ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പെട്രോൾ ഡീലേഴ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്തരത്തിലൊരു സമരം. ഈ പ്ലാന്റുകളിൽ നിന്ന് പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്ക് ചായ പൈസ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇത് 300 രൂപയാണ്. ഈ ചായ പൈസ ഇവരുടെ എമൗണ്ട് കൂട്ടണം എന്നായിരുന്നു ഈ ഡ്രൈവർമാരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു എലത്തൂരിൽ. ആ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു മർദ്ദനം ഡീലേഴ്സിന് ഉണ്ടായത് എന്ന ഒരു ആരോപണമുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ സമരം. ആദ്യം ഇന്നലെ ശനിയാഴ്ചയായിരുന്നു ചെറിയ രീതിയിൽ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ പെട്രോൾ പമ്പുകൾ അടച്ചുകൊണ്ടുള്ള ഒരു സമരം. ഈ ചർച്ച നടന്നു. ഈ ചർച്ചയിലൊന്നും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല. പിന്നീടാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു സമരത്തിലേക്ക് ഇന്ന് പോയത്. എന്തുതന്നെയായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യം ഉറപ്പാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയ ആ ഒരു സമയത്ത് തന്നെ 6 മണിക്ക് ശേഷവും ഇങ്ങോട്ട് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് നിന്നും കാണാൻ കഴിയുന്നത്. സ്മിത ക്രിസ്റ്റീന. ശരി, ഇനി കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ കൂടി ചേരുകയാണ്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം കൂടിയാണ്. നമുക്കറിയാം എത്രത്തോളം വാഹനങ്ങളാണ് ഓരോ ദിവസവും കൊച്ചിയിലൂടെ കടന്നു പോകുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു സമരം വരുന്നത് അത് കൊച്ചിയെ വളരെയധികം ബാധിക്കും. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിലവിൽ പല പെട്രോൾ പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുളിഞ്ചോടിന് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പാണ്. സമരം ഏതായാലും ഇവിടെ ബാധിച്ചിട്ടില്ല. രാവിലെ CNG നിറയ്ക്കാനായിട്ടുള്ള വാഹനങ്ങൾ വരുന്നു, പെട്രോൾ നിറയ്ക്കാനുള്ള വാഹനങ്ങൾ വരുന്നു. അതെല്ലാം വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. കൊച്ചി നഗരത്തിൽ പല പമ്പുകളും തുറന്നു തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ കൊച്ചി കേരളത്തിൻ്റെ ഒരു വ്യാവസായിക വാണിജ്യ തലസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടന്നാൽ അത് പല സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ബാധിക്കും. രാവിലെ തന്നെ വലിയ തിരക്ക് റോഡിലുണ്ട്. അതുകൊണ്ട് തന്നെ പല പമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ കമ്പനി പമ്പുകൾ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അതിന് പുറമെ KSRTCയുടെ യാത്രാ ഫ്യൂവൽസും സിവിൽ സപ്ലൈസിൻ്റെ പമ്പുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും കൊച്ചി നഗരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പമ്പുകളും തുറന്നു പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് കൊച്ചി നഗരത്തിലുള്ളത്. പക്ഷേ എറണാകുളം ജില്ല മൊത്തമായി എടുത്താൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പമ്പുകൾ കൂടുതലും അടഞ്ഞു കിടക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും നഗരത്തിൽ, കൊച്ചി നഗരത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുമില്ല. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, തിരുവനന്തപുരത്തെ ഒരു അവസ്ഥ എന്താണ്? രാവിലെ മുതൽ ഇപ്പോൾ കൊച്ചിയിൽ അത്യാവശ്യം പമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. CNG പമ്പുകളിൽ അത് ചാർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷെ തിരുവനന്തപുരത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഏതായാലും ശബരിമല തീർത്ഥാടനം പ്രമാണിച്ച് ആ ഭാഗങ്ങളിൽ, റാന്നി, കോന്നി, കോഴഞ്ചേരി, ആ ഭാഗങ്ങളിലൊന്നും ഈ സമരമില്ല. സ്മിത ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള ഭാരത് പെട്രോളിയം പമ്പിലാണ്. രാവിലെ 6 മണിക്ക് തുറക്കേണ്ട പമ്പാണിത്. ഈ പമ്പ് ഇതുവരെയും തുറന്നിട്ടില്ല. ഇത് ഇന്ന് ഈ 6 മണിക്കൂർ, അതായത് 6 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നഗരത്തിലെ മറ്റു പമ്പുകൾ നോക്കുമ്പോൾ പകുതിയിലധികം പമ്പുകളും രാവിലെ തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ചില പമ്പുകൾ തുറന്നിട്ടുമുണ്ട്. താനും പ്രത്യേകിച്ചും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പമ്പുകൾ, ഇന്നലെ രാത്രിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന പമ്പുകൾ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പമ്പൊക്കെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല നഗരത്തിൽ പതിവ് പോലെ തന്നെ തിരക്കുണ്ട്. ആ തിരക്കിന് ഒരു കുറവുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഗതാഗത വകുപ്പിൽ നിന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. KSRTCയുടെ എല്ലാ പമ്പുകളും, യാത്രാ ഫ്യൂവൽസ് എല്ലാം തുറന്ന് പ്രവർത്തിക്കും എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് അത്തരത്തിലുള്ള പമ്പുകളെല്ലാം തന്നെ തുറന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്കൂർ ഈ പമ്പ് അടച്ചിടുന്ന വിഷയം അത് ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. അപ്പോഴും കോഴിക്കോട് ഉള്ള അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം അത് സംസ്ഥാനത്തെ ആകെ ജനങ്ങളെ ഒരു പരിധിവരെയെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. സ്മിത ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്കും എസ് ശ്യാംകുമാറും മിഥില ബാലനും വിവിധ പ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മുടെ ദിലീപ് PC എല്ലാ ദിവസവും നമുക്കൊരു വിവരമോ അല്ലെങ്കിൽ വാർത്തയൊക്കെ തരുന്നതാണ് മലബാർ വാലി. അപ്പൊ ഇന്ന് പറയുന്നത് ബഹിരാകാശത്തിലെത്തിയ പ്രഥമ ഭാരതീയനായ രാകേഷ് ശർമ്മയുടെ ജന്മദിനമാണ്, January 13. റഷ്യൻ നിർമ്മിത സോയൂസ് T-11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1984 April 3 ബഹിരാകാശത്തെത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ദിലീപിനെ കൂടെ റിസർച്ച് ടീമിൽ അങ്ങ് എടുത്താൽ എല്ലാ ദിവസവും ഓരോ വിവരങ്ങൾ നമ്മൾ
നമ്മളുമായിട്ട് അത് പങ്കുവയ്ക്കുന്നുണ്ട്. ക്രിസ്റ്റീന, നമ്മൾ ഈ നാട്ടിൻപുറത്ത് ചില ചായക്കടകളിലൊക്കെ രാവിലെ ഉണ്ടാവുന്ന ചില ചർച്ചകൾ അതിൽ നമുക്ക് കാണാം. ഒരു പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസം അതൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലർക്ക് ഇതുപോലുള്ള അറിവുകൾ അത് അവരെ എവിടെ കിട്ടിയാലും വായിക്കും, ആരെങ്കിലും പറഞ്ഞ അറിവുകൾ നേടും. അങ്ങനെ നല്ല മെമ്മറി ഉണ്ടാവുന്നവർക്ക് കൃത്യമായി തീയതികൾ വരെ ഓർത്ത് ഇതുപോലുള്ള ചരിത്രം പറയും. മാത്രമല്ല കോമൺ സെൻസും പ്രായോഗികമായ ഒരുപാട് അറിവുകളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ പല പ്രേക്ഷകരും ബിജു മാവേലി, വസന്തകുമാരി, ബിജു, ജയൻ നായർ, അബ്ദുൾ കരീം, അങ്ങനെ കുറെ പേര്, നമുക്ക് ബെൽസ് ജോസഫ് ഒക്കെ അങ്ങനെ പേരാണോ? ബെൽസ് ജോസഫ്. അതെ, ബെൽസ് ജോസഫ്. ഒരുപാട് പേര് പ്രജിൻ എവിടെ പോയി ചോദിക്കുന്നുണ്ട്. സുശീലാവിയും ചോദിച്ചാൽ നമ്മുടെ പ്രജിൻ സാർ ഇന്ന് ഒരു സവിശേഷമായ ഷൂട്ടിന് പോവുകയാണ്. അപ്പൊ അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് താമസിക്കുന്നത്. ഇപ്പൊ ഞാനത് സർപ്രൈസ് പൊളിക്കുന്നില്ല, അപ്പൊ ആള് പോയിട്ട് വരട്ടെ. ഒരു ഗംഭീര ഷൂട്ടാണ്, പ്രേക്ഷകർ കാത്തിരിക്കുക കേട്ടെ. പ്രജിനെ ചോദിക്കും, അതുപോലെ ഇന്നലെ ക്രിസ്റ്റീന ഇല്ലാത്തപ്പോ ക്രിസ്റ്റീന ചോദിച്ചുകൊണ്ടേയിരുന്നു, പ്രവിധ ഇല്ലാത്തപ്പോ പ്രവിധ. അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു സ്നേഹം. നമ്മളെ കുറിച്ച് ആലോചിക്കുന്നു, ചോദിക്കുന്നു, സന്തോഷമാണ് നമുക്ക് കേട്ടോ. താങ്ക് യു. സിന മുഹമ്മദ് പറയുന്നത് അടുത്തത് നല്ല വാർത്തയാകട്ടെ എന്ന് പറയുന്നു. നമുക്ക് ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ അതിരാവിലെ വന്നിരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കും മുൻപ്, മനസ്സിലായി. അപ്പൊ അവരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കും മുമ്പ് സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട അങ്കമാലി എറണാകുളം അതിരൂപതയുടെ ആ വാർത്തയിലേക്ക് ആദ്യം പോവാം, അതിനുശേഷം നമ്മുടെ ചേട്ടന്മാരിലേക്ക് പോവാം അല്ലെ. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം സമവായത്തിലേക്ക് പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം നടത്തി. 21 വൈദികരും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിലാണ് സമവായ സാധ്യതകൾ തെളിഞ്ഞത്. പ്രതിഷേധിച്ച 21 വൈദികരും ബിഷപ്സ് ഹൌസിൽ നിന്ന് പോകാമെന്ന് സമ്മതിച്ചു. ഈ മാസം 20-ന് മുൻപ് ബിഷപ്സ് ഹൌസ് പോലീസ് മുക്തമാക്കി വിശ്വാസികൾക്ക് തുറന്നു നൽകും. പുതിയ കുരിയ അംഗങ്ങളെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയതായും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നതല്ല ഇതിൻ്റെ കാര്യം, പക്ഷേ വളരെ ശുഭസൂചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ വാതിലുകൾ വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി തുറന്നിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ജോസഫ് പാംപ്ലാനി പിതാവ് സമ്മതിച്ചിരിക്കുന്നു. 20-ാം തീയതി അടുത്ത ചർച്ചയ്ക്ക് ഉള്ളിൽ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്ന് ഇടുന്നതാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്കുള്ളത്. പുതിയൊരു കൂരിയയെ നിയമിക്കുകയും അവരെ മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഈ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിന്റെ പുതിയ തുടക്കമെന്നും കുർബാന തർക്കം പഠിക്കാൻ 1 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാർ ജോസഫ് പാംപ്ലാനി. ഞങ്ങള് പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1 മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു. വൈദികരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു. തുടർ ചർച്ചകൾ നടക്കും. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിൻ്റെ പുതിയ തുടക്കം തന്നെയാണത്. സഭയെന്നും പ്രശ്നരഹിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പോസിറ്റീവായ ഒരു ഔട്ട്കമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു വികാരവും വിചാരവും. സംഘർഷത്തിൽ വൈദികർക്കെതിരെ എടുത്ത നടപടി മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പോലീസും വ്യക്തമാക്കി. ഇപ്പോൾ ഞങ്ങളെ ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പ്രകാരം 1 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവരെത്തിയിട്ടുണ്ട്. പിന്നെ നാളെ 8 മണിയോടുകൂടി അവർ സമരക്കാർ ഇന്ന് ഇവിടെ നിൽക്കും. 8 മണിയോടുകൂടി അവർ ബിഷപ്പിനോട് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി കൊടുക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എസ് ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശ്യാംകുമാർ, വീണ്ടും ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ 2 ദിവസത്തെ സംഘർഷങ്ങൾ, സമവായ ചർച്ചകളൊക്കെ നടന്നു. ഒടുവിൽ സമവായമായിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമവായമായിരിക്കുന്നു അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു സമവായ ചർച്ചയാണ് ഇന്നലെ രാത്രി നടന്നത്. ആദ്യം കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ തന്നെ മഞ്ഞുരുക്കത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് സഭയിലെ വിശ്വാസികൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യട്ടെ എന്ന നിലപാട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. അതോടുകൂടിയിട്ടാണ്
രാത്രിയിൽ 10:30 ചർച്ചകൾ ആരംഭിച്ചത്. ആ ചർച്ച പുലർച്ചെ 1:30 തീരുമ്പോൾ ഏകദേശ ധാരണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സമരം അവസാനിപ്പിച്ച് നിലവിൽ വൈദികരും വിശ്വാസികളും ബിഷപ്പ് ഹൗസിൽ നിന്ന് പിന്മാറും. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാകും പിന്മാറുക. അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഉറപ്പുകളിലൊന്ന് ഈ മാസം 20-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തും. അതിനു മുൻപ് കാനോനിക സമിതിയും കൂരിയയും പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും പ്രതിഷേധിച്ച വിശ്വാസികളും വൈദികരും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാം എന്നുള്ളതാണ് നിലപാട്. അതിൽ മറ്റൊരു കാര്യം, ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല, അത് പതുക്കെ നടപ്പാക്കേണ്ടി വരുമെന്ന് ഇന്നലെ സഭാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാട് തന്നെ ഇന്നലെയും ചർച്ചയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും താൽക്കാലിക പരിഹാരം ഉണ്ടായത് പൊതുസമൂഹത്തിനും ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം സഭാ പ്രശ്നം മറ്റൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം പരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികർ പൂർണ്ണമായും മാറും. പിന്നീട് ചർച്ചകളുടെ സമയമാണ്. കേസുകൾ ഉൾപ്പെടെ പിൻവലിക്കാവുന്ന വകുപ്പുകളാണ് പോലീസും ചുമത്തിയിരിക്കുന്നത്. അത് പരസ്പര ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ച് പിൻവലിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. ഏതായാലും പൂർണ്ണമായും ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് വരുന്ന പ്രധാന വാർത്ത. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അല്ലെ, വൈദികർ പ്രാർത്ഥനായജ്ഞത്തിനിരിക്കുന്നു, പോലീസ് അവരെ വലിച്ചിഴച്ചു എന്നുള്ള പരാതി വരുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് നടത്തിയ സമവായ ചർച്ചകളൊന്നും തന്നെ ഫലവത്തായില്ല. അങ്ങനെ പ്രതിഷേധം രൂക്ഷമായി. പക്ഷേ ഇപ്പോൾ സമവായത്തിനുള്ള സാധ്യതകളെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു.